എഴുതി വെച്ചോ രാഷ്ട്രീയ കേരളമേ, എങ്ങാനും സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ സാക്ഷാൽ വി.ഡി. സതീശൻ എന്ന കോൺഗ്രസുകാർ നാഴികയ്ക്ക് 40 വട്ടം അധികായനായി, ലീഡറായി, ജനശബ്ദമായി വാഴ്ത്തുന്ന സതീശൻ എന്താ ചെയ്യുക? ഒരു മന്ത്രി കസേരയും ഏറ്റെടുക്കാതെ, ഒരു അധികാരവും ഏറ്റെടുക്കാതെ പറവൂരെന്ന നാടിന്റെ MLA ആയി തുടരും. എന്തു ചെയ്യും സതീശൻ? പിന്നെ സതീശൻ കൃത്യമായി കോൺഗ്രസ് അണികളെ ചേർത്ത് പിടിച്ച് ഒരു വിമത നീക്കം നടത്തും. പാർട്ടിക്ക് പുറത്തു പോവുകയോ പാർട്ടിക്കെതിരെയോ സംസാരിക്കുക എന്നുള്ളതല്ല. സതീശന് ഇഷ്ടപ്പെടാത്തവരെ ചവിട്ടി നിരത്തി മുമ്പോട്ട് പോകുന്നതിൽ അഗ്രഗണ്യനാണ് സതീശൻ. നിങ്ങൾക്കറിയാമല്ലോ, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്തേ. കെ സുധാകരൻ എന്ന് പറയുന്ന KS എന്ന KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോ, ഞാൻ തുടങ്ങാം VD, ഞാൻ തുടങ്ങാം, ഞാനല്ലേ പ്രസിഡന്റ്, ഞാനൊന്ന് തുടങ്ങിത്തരാം എന്ന് പറഞ്ഞപ്പോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ഓണായ മൈക്കിന് മുമ്പിൽ കൃത്യമായ പുച്ഛഭാവത്തോടെ, അധിക്ഷേപഭാവത്തോടെ, പ്രായം പോലും മറന്ന് കെ സുധാകരനെതിരെ ആഞ്ഞടിച്ചു. എങ്ങനെയായിരുന്നു? മൈക്കുകൾ മുഴുവനും സുധാകരന്റെ ഭാഗത്തേക്ക് നീക്കിവെച്ചു. എന്നിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. സുധാകരൻ കേൾവി കിട്ടാതെ വന്ന ഒരു ചോദ്യത്തിന് എന്താണെന്ന് ചോദിച്ച് സതീശന്റെ നേരെ നോക്കിയപ്പോ, അത് നിങ്ങൾ ആൻസർ പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എത്രയെത്ര സ്ഥലത്താണ് VD സതീശൻ തന്റെ താൻ കോയ്മ മനോഭാവം എടുത്തിട്ടുള്ളത്. സതീശനെ പുറത്തിരുത്തിയാൽ കൃത്യമായി ഈ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ ഈ നാട്ടിലെ പ്രതിപക്ഷം പോലും വേണ്ട എന്നുള്ളതാണ്. വലിയ രീതിയിൽ ആളുകൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. 35 സീറ്റല്ലേ ഉള്ളൂ, 20 സീറ്റിന് പുറത്തല്ലേ CPM-നുള്ളൂ. LDF-ന്റെ പ്രതിപക്ഷ MLA-മാർ നിയമസഭയിൽ, 16ാം നിയമസഭയിൽ ഒരു കുറഞ്ഞ ആൾക്കൂട്ടമായി ഏതെങ്കിലും ഒരു മൂലക്കിരിക്കേണ്ടി വരില്ലേ എന്ന്. അതെ, മൂലക്കിരിക്കേണ്ടി വരുന്ന 35 അംഗത്തിന് മുകളിൽ UDF-ന്റെ, കോൺഗ്രസിന്റെ എത്ര ആളുകൾ പ്രതിപക്ഷ മനോഭാവത്തോടു കൂടിയിരിക്കുമെന്നുള്ളതാണ്. പ്രതിപക്ഷ മനോഭാവത്തോടു കൂടിയിരിക്കുന്ന UDF, കോൺഗ്രസ് MLA-മാരെ കൂടി കൂട്ടിയാൽ പ്രതിപക്ഷ നിര കൂടുതൽ ശക്തമാകുമെന്നുള്ള രസകരമായ കൗതുകം കൂടിയാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. ഉറപ്പാണ്, VD സതീശന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ പിളർത്താതെ പിളർത്തും, നശിപ്പിക്കാതെ നശിപ്പിക്കും VD സതീശൻ എന്ന നേതാവ്. കാരണം VD സതീശന്റെ ജനസതാണ്. VD സതീശന്റെ ചങ്കായ മുഹമ്മദ് ഷിയാസ് എന്ന കൊച്ചി നിയുക്ത MLA-യുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം വെച്ചു പുലർത്തുന്ന ബോഡി ലാംഗ്വേജ് എന്താണ്? കൃത്യമായ ആക്രമണം, ഇരട്ടത്താപ്പ്, താൻ കോയ്മ, സെൽഫിഷ് മൈൻഡ് സെറ്റ് ആണ്. ഇത് തന്നെയാണ്. ഇത് പഠിച്ചത് ഷിയാസ് സതീശന്റെ അടുത്ത് നിന്നാണല്ലോ. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും VD സതീശൻ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഒരുമ്പിട്ടിറങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ എന്താണ് നമ്മൾ പറയുക? ഭരണം കിട്ടി 2 ആഴ്ചയിലേക്ക് അടുക്കുമ്പോഴും MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യാതെ, നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാതെ, എന്ന് സത്യപ്രതിജ്ഞ ഉണ്ടാവുമെന്ന് പോലും ഒരു ധാരണയില്ലാതെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് മുഴുവൻ ഘടകകക്ഷി സമവാക്യങ്ങളെയും അട്ടിമറിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ചരിത്രത്തിലെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അതിന് കാരണം പ്രതിപക്ഷമല്ല, ഈ നാടിലെ ജനമല്ല, ജനവിധിയല്ല, അത് കോൺഗ്രസ് തന്നെ എന്നുള്ളതാണ്.